Illustration 4. ABC Limited produces an article by lending two basic raw materials. It operates a standard costing system and the following standards have been set for raw materials. So raw materials in the standard details തന്നിട്ടുണ്ട്. So standard mix തന്നിട്ടുണ്ട്, standard price തന്നിട്ടുണ്ട്. The standard loss in processing is 15%. So 15% normal loss വരും. During April 2021, the company produced 1700 kg of finished output. So output എത്രയാണ്, actual output എത്രയാണ്, 1700 kg. The position of stock and purchases for the month of April 2021 are as under. So actual quantity തന്നിട്ടുണ്ട്, opening stock തന്നിട്ടുണ്ട്, closing stock തന്നിട്ടുണ്ട്, purchases തന്നിട്ടുണ്ട്. So actual raw material consumed അഥവാ actual quantity എന്ന് പറയുന്നത് എന്തായിരിക്കും, opening stock plus purchases minus closing stock. Opening stock plus purchases minus closing stock ആയിരിക്കും raw material consumed. Then opening stock of material is valued at standard price. So ഈ opening stock standard price ആയ A4 B3 ആ പ്രൈസിലാണ് വാല്യൂ ചെയ്യേണ്ടത്. Calculate the following variances: material price variance, usage variance, yield variance, mix variance and total material cost variance. So first തന്നെ നമുക്ക് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാം. സോ മെറ്റീരിയൽ ബഡ്ജറ്റ്, ബഡ്ജറ്റിൽ ക്വാണ്ടിറ്റി കോളം പ്രൈസ് കോളം പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, മെറ്റീരിയൽ എ 40%. സോ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് 100 ആയിട്ട് അസ്യൂം ചെയ്യുക. സോ മെറ്റീരിയൽ എ 40% ഓഫ് 100, മെറ്റീരിയൽ ബി 60% ഓഫ് 100. So material A will be 40 and material B will be 60. Standard rate എന്ന് പറയുന്നത് 4 and 3. Material A 4, material B 3. So ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ലോസ് 15% is expected. So in total input എന്ന് പറയുന്നത് എത്രയാണ്, 40 plus 60 100. അതിലൊരു സ്റ്റാൻഡേർഡ് ലോസ് 15% വരും. So 100 minus 15. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 85 ആണ്. So 85 യൂണിറ്റ്സ് ആണ് ഔട്ട്പുട്ട്. Then ഇനി ആക്ച്വൽ ഡേറ്റ കോളം പ്രിപ്പയർ ചെയ്യുക. സോ ആക്ച്വൽ ഡേറ്റ കോളം പ്രിപ്പയർ ചെയ്യുമ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര, എയുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. സോ 35 പ്ലസ് പർച്ചേസസ് 800 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 5. എയുടെ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് 830. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇസ് വാല്യൂഡ് അറ്റ് സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഓപ്പണിംഗ് സ്റ്റോക്കായ 35 വിൽ ബി വാല്യൂഡ് അറ്റ് സ്റ്റാൻഡേർഡ് പ്രൈസ് and balance 195 will be valued at the purchase rate. Purchase rate എന്ന് പറഞ്ഞാൽ purchased 800 kg at 3400. So purchase ചെയ്യുന്ന റേറ്റ് എത്ര, 3400 divided by 800. ഓക്കെ, അതേപോലെ തന്നെ റോ മെറ്റീരിയൽ കൺസ്യൂംഡ് ഓഫ് മെറ്റീരിയൽ ബി എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് 40 പ്ലസ് പർച്ചേസസ് 1200 മൈനസ് ക്ലോസിംഗ് 50, 1190. അതിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയ 40 is valued at standard price, balance 1150 is valued at purchase rate. ഓക്കെ, സോ അത് നമ്മൾ ആക്ച്വൽ കോളത്തിൽ എഴുതാം, സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് എഴുതാൻ. സോ ഓപ്പണിംഗ് മെറ്റീരിയൽ എയുടെ ഓപ്പണിംഗ് 35, ഇറ്റ് ഈസ് വാല്യൂഡ് അറ്റ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഓഫ് 4 ആൻഡ് ബാലൻസ് 795 വിൽ ബി വാല്യൂഡ് അറ്റ് പർച്ചേസ് പ്രൈസ്. എത്രയാണ് പർച്ചേസ് പ്രൈസ് ഓഫ് 3400 ഡിവൈഡഡ് ബൈ 800, 4.25. മൾട്ടിപ്ലൈ ചെയ്ത് എമൗണ്ട് കോളത്തിൽ എഴുതാം. അതേപോലെ തന്നെ മെറ്റീരിയൽ ബി 40 opening, 1150 from purchases, 40 1150. 40 opening is valued at standard price. Standard price of material B is 3 rupee and 1150 will be valued at purchase price. Purchase price of B is 3000 divided by 1200, 2.50. So total ചെയ്യാം, ആക്ച്വലിൻ്റെ ക്വാണ്ടിറ്റി കോളം ടോട്ടൽ ചെയ്യാം, എമൗണ്ട് കോളം ടോട്ടൽ ചെയ്യാം. ഓക്കെ, so the output is different. Budgeted output is 85 units, then actual output is 1700 units. So budget നമ്മൾ പ്രിപ്പയർ ചെയ്തത് 85 യൂണിറ്റ്സ് ഔട്ട്പുട്ടിനാണ്. 85 യൂണിറ്റ് ഔട്ട്പുട്ടിന് 40 kg ഓഫ് റോ മെറ്റീരിയൽ എ ആൻഡ് 60 kg ഓഫ് റോ മെറ്റീരിയൽ ബി വേണം. ആക്ച്വലി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തത് 1700 യൂണിറ്റ്സ് ആണ്. സോ ഈ രണ്ട് ഡേറ്റ് തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. സോ വി നീഡ് ടു പ്രിപ്പയർ റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി പ്രൈസ് ആൻഡ് എമൗണ്ട്. സോ റിവൈസ്ഡ് ക്വാണ്ടിറ്റി എന്ത് വരും, 40 റോ മെറ്റീരിയൽ എത്ര ഔട്ട്പുട്ടിന് വേണ്ടിയാണ്, 85 ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1700 ഔട്ട്പുട്ട് കിട്ടാനായിട്ട്
എത്ര യൂസ് ചെയ്യണം. അതായത് 40 റോ മെറ്റീരിയൽ എത്ര ഔട്ട്പുട്ടിനാണ് 85 ഔട്ട്പുട്ടിന് യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1700 ഔട്ട്പുട്ട് കിട്ടാനായിട്ട് എത്ര യൂസ് ചെയ്യണം റോ മെറ്റീരിയൽ. 1700 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 85 ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ വി വിൽ ഗെറ്റ് 800. പ്രൈസ് വിൽ ബി സ്റ്റാൻഡേർഡ് പ്രൈസ്. സോ 800 ഇൻറ്റു 4 3200. അതേപോലെ തന്നെ റോ മെറ്റീരിയൽ ബി. സോ 60 റോ മെറ്റീരിയൽ 85 ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1700 ഔട്ട്പുട്ട് കിട്ടാനായിട്ട് എത്ര യൂസ് ചെയ്യണം. 60 ഡിവൈഡഡ് ബൈ 85 ഇൻറ്റു 1700 വി വിൽ ഗെറ്റ് 1200 അറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് 3. സോ ടോട്ടൽ ചെയ്യാം, എമൗണ്ടും ടോട്ടൽ ചെയ്യാം. ഓക്കെ, നൗ വി ക്യാൻ ഫൈൻഡ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. സോ ടേബിൾ പ്രിപ്പയർ ചെയ്ത ഓരോ വേരിയൻസും കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. സോ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ പ്രൈസിലുള്ള ഡിഫറൻസ് ആക്ച്വൽ ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്യുമ്പോൾ പ്രൈസിലുള്ള ഡിഫറൻസ്. സോ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. എയുടെയും ബിയുടെയും സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, സോ എയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് എത്രയാണ് 4 മൈനസ് ആക്ച്വൽ പ്രൈസ് എത്രയാണ് 2 സെറ്റായിട്ട് കണ്ടുപിടിക്കണം. സോ 4 മൈനസ് 4 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി 35. അതേപോലെ തന്നെ 4 മൈനസ് 4.25 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി 795. അതേപോലെ തന്നെ മെറ്റീരിയൽ ബിയുടെ സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി. സോ സ്റ്റാൻഡേർഡ് പ്രൈസ് 3 മൈനസ് ആക്ച്വൽ പ്രൈസ് 3 ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി 40. Then next 3 minus 2.50 into 1150. So we will get 3007. So first എയുടെ നോക്കാം. 4 റുപ്പിയാണ് സ്റ്റാൻഡേർഡ് പ്രൈസ്. ആക്ച്വലി എത്ര ഇൻകർ ചെയ്തു 4.25 ഇൻകർ ചെയ്തു. സോ കൂടുതൽ കോസ്റ്റ് നമ്മൾ ഇൻകർ ചെയ്തുകൊണ്ട് അഡ്വേഴ്സ്. ഇനി ബി മെറ്റീരിയലിൻ്റെ കേസിൽ 3 ആണ് സ്റ്റാൻഡേർഡ്. സോ നമ്മൾ ആക്ച്വലി എത്ര ഇൻകർ ചെയ്തു 2.50. സോ കുറവാണ് കോസ്റ്റ്, സോ ഫേവറബിൾ. ഇത് ഒരെണ്ണം അഡ്വേഴ്സ് ഒരെണ്ണം ഫേവറബിൾ. ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്ന് പറയുന്നത് 376.25. കൂടുതൽ ഏതാ ഫേവറബിൾ. ദെൻ നെക്സ്റ്റ് ഇസ് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിലുള്ള ഡിഫറൻസ് അറ്റ് സ്റ്റാൻഡേർഡ് പ്രൈസ്. So standard quantity minus actual quantity into standard price. So material A'd standard quantity എത്ര 800 minus actual quantity എത്ര 35 plus 795. ടോട്ടൽ എടുക്കണം. ബിക്കോസ് സ്റ്റാൻഡേർഡ് പ്രൈസ് 4 വെച്ച് മാത്രമേ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ, സെപ്പറേറ്റ് മൾട്ടിപ്ലൈ ചെയ്യാത്തതുകൊണ്ട് ക്വാണ്ടിറ്റി എയുടെ ടോട്ടൽ എടുക്കാം. സോ 800 മൈനസ് 830 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 4. മെറ്റീരിയൽ ബിയുടെ 1200 മൈനസ് 40 പ്ലസ് 150 1190 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് 3. സോ 800 ആണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. ആക്ച്വലി എത്ര ക്വാണ്ടിറ്റി യൂസ് ചെയ്തു 830 ക്വാണ്ടിറ്റി യൂസ് ചെയ്തു. സോ സ്റ്റാൻഡേർഡ് പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മൾ യൂസ് ചെയ്തു, അത്രയും ആക്ച്വലി യൂസ് ചെയ്യേണ്ടത്. സോ അഡ്വേഴ്സ് ആണ്. ദെൻ 1200 ആണ് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി, 1190 ആക്ച്വലി യൂസ് ചെയ്തു. സോ കുറവ് യൂസ് ചെയ്തു അറ്റ് സ്റ്റാൻഡേർഡ് പ്രൈസ്. സോ 30 ഫേവറബിൾ ആണ്. രണ്ടിൻ്റെയും നെറ്റ് ഇഫക്റ്റ് ഇസ് 90 അഡ്വേഴ്സ്. നെക്സ്റ്റ് ഇസ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്. സോ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഈൽഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. സോ ആക്ച്വലി എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു 1700 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അതിന് ആക്ച്വലി ഇൻകർ ചെയ്യേണ്ട കോസ്റ്റ് എത്രയായിരുന്നു, ടോട്ടൽ കോസ്റ്റ് എത്രയായിരുന്നു 6800 ആയിരുന്നു ശരിക്കും വരേണ്ട കോസ്റ്റ്. എത്ര നമ്മൾ ആക്ച്വലി എത്ര കോസ്റ്റ് വന്നു 6513.75. സോ ഇതിൻ്റെ ഡിഫറൻസ് എടുക്കാം. സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് സ്റ്റാൻഡേർഡ് പ്രൈസ്. അതായത് 6800 ഡിവൈഡഡ് ബൈ 2000 ചെയ്യുമ്പോൾ വെയ്റ്റഡ് സ്റ്റാൻഡേർഡ് പ്രൈസ് കിട്ടും. ഓക്കെ, സോ എന്താണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എന്ന് പറയുന്നത്. ഈൽഡ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്. സോ 1700 ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 6800 ആണ് ശരിക്കും വരേണ്ടിയിരുന്ന കോസ്റ്റ്, ഇൻപുട്ട്. ബട്ട് ആക്ച്വലി 6513.75 ആണ് വന്നത്. സോ ഡിഫറൻസ് എടുക്കാം. അത് ഇൻറ്റു വെയ്റ്റഡ് ആവറേജ് ചെയ്യുമ്പോൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് 973.25 കിട്ടും. Then next is material mix variance. So material mix variance is
കൺസേൺഡ് അബൌട്ട് ദി ഇൻപുട്ട്, അതായത് ടോട്ടൽ ഇൻപുട്ട്, ആക്ച്വൽ ഇൻപുട്ട് എത്രയാണ് 2020. ഈ ആക്ച്വൽ ഇൻപുട്ട് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിൽ ആണ് യൂസ് ചെയ്തിരുന്നെങ്കിൽ മൈനസ് ആക്ച്വലി എത്ര യൂസ് ചെയ്ത് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്, അതായത് സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. ഫോർമുല എന്താണ്? സ്റ്റാൻഡേർഡ് മിക്സ് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ്. സോ സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി വന്ന ഇൻപുട്ട് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിൽ യൂസ് ചെയ്യുക. സോ സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എയുടെ എത്ര വരും 2020 ഇൻറ്റു 40/100, ബിയുടെ 2020 ഇൻറ്റു 60/100, 40:60. ആ പ്രൊപ്പോർഷനിൽ യൂസ് ചെയ്യുന്നതിനാണ് സ്റ്റാൻഡേർഡ് മിക്സ് എന്ന് പറയുന്നത്. അതായത് ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ ഇൻപുട്ട് സ്റ്റാൻഡേർഡ് പ്രൊപ്പോർഷനിൽ യൂസ് ചെയ്യുന്നതിന് മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എത്ര 35 + 795 ആൻഡ് 40 + 1150 ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ദ മെറ്റീരിയൽ മിക്സ് വേരിയൻസ്. ആൻഡ് നെക്സ്റ്റ് ഇസ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റ് മൈനസ് ആക്ച്വൽ കോസ്റ്റ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് 6800 മൈനസ് ആക്ച്വൽ കോസ്റ്റ് 6513.75. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുക. ഈ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 85 ഔട്ട്പുട്ടിനാണ്. ദെൻ ആക്ച്വൽ പ്രിപ്പയർ ചെയ്യുക. ആക്ച്വൽ എന്ന് പറയുന്നത് 1700 ഔട്ട്പുട്ടിനാണ്. സോ ഔട്ട്പുട്ട് തമ്മിൽ ഡിഫറെൻ്റ് ആണ്. സോ മെറ്റീരിയൽ വേരിയൻസസിൽ ബേസ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടാണ്. ബേസിസ് ഓഫ് കമ്പാരിസൺ ഇസ് ഔട്ട്പുട്ട്. സോ ഈ 85നെ റിവൈസ് സ്റ്റാൻഡേർഡ് കോളം പ്രൊവൈഡ് ചെയ്യാം. ഈ സ്റ്റാൻഡേർഡ് തന്നെ 1700 ഔട്ട്പുട്ട് വരുമ്പോൾ ഉള്ള ക്വാണ്ടിറ്റിയും പ്രൈസും നോക്കാം. ടേബിൾ പ്രിപ്പയർ ചെയ്യുക, ഫോർമുല അപ്ലൈ ചെയ്യാം.